തീർച്ചയായും തന്നെ ബംഗളൂരു നഗരം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വരുന്ന സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് മരണസംഖ്യ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. ഔദ്യോഗികമായൊരു അറിയിപ്പല്ല. നേരത്തെ ഉണ്ടായ 12 പേരുടെ മരണത്തിനപ്പുറത്തേക്ക് വീണ്ടും മരിച്ചവരുടെ എണ്ണം കൂടുകയാണ് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടായി ഇപ്പോൾ നൽകാനുള്ളത്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞു, ഇത്രയും ആളുകളെ പ്രതീക്ഷിച്ചില്ല, എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിരുന്നു, കർണാടകയോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വലിയ ഒരു ദുരന്തം അത് മുന്നിൽ കാണാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. വളരെ കൃത്യമായൊരു ഇടപെടൽ അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ ഇങ്ങനെയൊരു അപകടം, ഒരു ദുരന്തം അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചവരിൽ 2 പേർ കുട്ടികളാണ്, സ്ത്രീകളുണ്ട്, 3 പേർ സ്ത്രീകളാണ്. ഒപ്പം അവിടെ മരിച്ചവരിൽ യുവാക്കളുണ്ട്, ഒപ്പം പ്രായമേറിയവരുണ്ട്. അപ്പോൾ ഈ ദുരന്തം വലിയ തോതിൽ സങ്കടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷെ അതിനിടയിലും ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെയാണ്, ഈ ദുരന്തം നടന്ന് അല്ലെങ്കിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും ഈ സ്റ്റേഡിയത്തിനകത്ത് നിന്ന് അവിടെ പടക്കം പൊട്ടിക്കുന്നതും അല്ലെങ്കിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. മാത്രമല്ല, ഇത് ആഘോഷിക്കാനുള്ള ഒരു സമയമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ്. അതിന് പകരം അവിടെ ആഘോഷം നടന്നു അല്ലെങ്കിൽ ആഹ്ലാദം അവിടെ നടന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി അവിടെ നിന്ന് വരുന്നത് വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇതിപ്പോൾ ഒരു പക്ഷേ അതിരുവിട്ട ആഘോഷത്തിൻ്റെ മൂലമുണ്ടായ ഒരു അപകടം എന്ന് നമുക്കതിനെ പൂർണ്ണമായി പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. കാരണം ഇത്രയേറെ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സ്ഥലത്ത് പാനിക്കായ ആളുകൾ ഓടുന്ന സമയത്ത് നിലത്ത് വീഴുന്നവരുണ്ടാകാം, അവർക്ക് മുകളിലൂടെ ചവിട്ടി നടക്കുന്ന സാഹചര്യം ഉണ്ടാകാം, അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ടാവാം, ശ്വാസം കിട്ടാനായി പിടയുന്നവരുണ്ടാകാം, അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ അതൊന്നും ഒരു പക്ഷേ അതിരുവിട്ട ആഘോഷം എന്നുള്ള രീതിയിലേക്ക് പറയുന്നതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു വ്യക്തത ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. എന്തായാലും സ്റ്റേഡിയത്തിനകത്ത് അവിടെ ആഘോഷം നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത വരുന്നുണ്ട്, അതൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ പോലും പുറത്ത് ഇത്രയും വലിയ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് സംബന്ധിച്ചുള്ളൊരു ഔദ്യോഗിക ഒരു അറിയിപ്പ് നമുക്കത് അല്പസമയത്തിനകം തന്നെ അത് പറയാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കനകശ്രീ ലേഔട്ടിൽ താമസിച്ചിരുന്ന ദിവ്യശ്രീ, 14 വയസ്സുള്ള ദിവ്യശ്രീ എന്ന കുട്ടിയാണ് മരിച്ചവരിൽ ഒരാൾ പേരായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശിവകുമാർ അശ്വിനി ദമ്പതികളുടെ മകളാണ് 14 വയസ്സുള്ള ദിവ്യശ്രീ എന്ന് പറയുന്ന പെൺകുട്ടി. ബാക്കി മരിച്ചവരുടെ പേരുകൾ അല്പസമയത്തിനകം തന്നെ വരും. പരിക്കേറ്റവർ ഏതൊക്കെ ആശുപത്രിയിൽ എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു കണക്ക് വരാനുണ്ട്. ഇപ്പോൾ 3 ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. ബൗറിംഗ് ആശുപത്രിയിലും വൈദേഹി ആശുപത്രിയിലും വിക്രം ആശുപത്രിയിലുമാണ് ഇപ്പോൾ മരിച്ചവരുടെ മൃതദേഹമുള്ളത്. വൻദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. RCBയുടെ ആഘോഷത്തിനിടയിലാണ് ഇത്തരത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയും അതുമായി ബന്ധപ്പെട്ടുള്ള തിക്കിലും തിരക്കിലും ഇത്തരത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമായ അവസ്ഥയുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആഘോഷം നടക്കുന്നുണ്ട് സ്റ്റേഡിയത്തിനകത്ത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആഘോഷം നിർത്തിവെക്കാൻ ഇതുവരെ നിർത്തിവെച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ഇത്ര വലിയ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. താരങ്ങളെല്ലാവരും സ്റ്റേഡിയത്തിനകത്തേക്ക് എത്തിയതിനു ശേഷമാണ് അവർ പോയ വാഹനത്തിന് പുറകെയുള്ള ഓട്ടത്തിലും മറ്റുമാണ് ഇത്രയധികം ഗുരുതരമായിട്ടുള്ള പരിക്കുകളും മരണവും ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ സ്റ്റേഡിയത്തിനകത്ത് ഇപ്പോഴും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പരിക്കേറ്റ ആളുകളെയും സമീപത്തുള്ള ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്നൊക്കെയുള്ള വിവരങ്ങളും ലഭ്യമാവുന്നുണ്ട്.
മഹേഷ് പോലൂർ വീണ്ടും ചേരുന്നുണ്ട്. മഹേഷ്, ഇപ്പോഴും ആഘോഷ പരിപാടികൾ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇൻഫോം ചെയ്തിട്ടുണ്ടാവില്ലേ? സർക്കാർ സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിൽ മാറ്റിവെക്കേണ്ടാവുന്ന എന്നൊരു തീരുമാനത്തിലേക്കായിരിക്കുമോ എത്തിയിട്ടുണ്ടാവുക? നേരത്തെ പറഞ്ഞിരുന്നത് 15 മിനിറ്റിനകം തന്നെ ഈ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച പരിപാടികൾ അത് അവസാനിപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴതല്ല അവിടെ നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുറത്ത് വലിയ ദുരന്തം നടക്കുമ്പോഴും സ്റ്റേഡിയത്തിനകത്ത് താരങ്ങൾ ഉൾപ്പെടെ സംസാരിക്കുന്നു, വലിയ ആഘോഷങ്ങൾ നടക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ദുരന്തത്തിനിടയിലും അവിടെ ആഘോഷം നടത്തുന്നു എന്നുള്ള വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാളിയതാണ് യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക്, ദാരുണമായ ഒരു സംഭവത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകളെന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ല. കാരണം ആ സ്റ്റേഡിയത്തിൽ തന്നെ ഒരു മത്സരം നടക്കുമ്പോൾ ചുരുങ്ങിയത് 50,000-നും 70,000-നും ഇടയിലൊക്കെ കാണികൾ സാധാരണഗതിയിൽ എത്തുന്നതാണ്. അതിനേക്കാൾ എത്രയോ മടങ്ങ് ആളുകൾ ഇന്ന് ആ സ്റ്റേഡിയത്തിന് പുറത്ത്, അകത്തും പുറത്തുമായി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുതൽ അവർ താരങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ മരിച്ചവരുടെ എണ്ണം 12 എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒടുവിൽ വരുന്ന വിവരം എന്ന് പറയുന്നത്. അവിടെ ആഘോഷം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത്. അതും നമുക്ക് മറ്റു മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ആഘോഷത്തെ BCCI തള്ളുന്നു എന്നുള്ളതാണ്. അതായത് ആരാണ് ഈ പരിപാടിയുടെ സംഘാടകരെന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല എന്ന് IPL ചെയർമാൻ പറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ആരാണ്, തങ്ങളുടെ അറിവിൽ ഇങ്ങനെ ഒരു ആഘോഷമില്ല എന്നുള്ളതാണ് IPL ചെയർമാൻ്റെ വാക്കുകളായി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. അപ്പോൾ പൂർണ്ണമായി ഇന്നൊരു രാത്രി നീളുന്ന തരത്തിലുള്ളൊരു ആഘോഷമായിരുന്നു അവിടെ പ്ലാൻ ചെയ്തിരുന്നത്. അത് ചുരുക്കി അത് ചെറുതാക്കി 15 മിനിറ്റിലേക്ക് ഒതുക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്, അറിയിച്ചിരുന്നത്. അറിയിപ്പുകൾ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴതല്ല. അവിടെ സ്റ്റേഡിയത്തിനകത്ത് വലിയ തോതിൽ അവിടെ ആഘോഷം നടക്കുന്നു. താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത്, അങ്ങനെ ഒരു ആഘോഷം നടക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം 7 പേരുടെ ജീവൻ ആദ്യം നഷ്ടമായി. ഇപ്പോഴത് 12 പേരിലേക്ക് അവരുടെ ജീവൻ നഷ്ടമാരുടെ എണ്ണം 12 ആകുന്നു. ഇനിയും മരണസംഖ്യ ഉയരുമെന്ന് പറയുമ്പോഴും വീണ്ടും അവിടെ സ്റ്റേഡിയത്തിനകത്ത് ആഘോഷം നടക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമായ